did you think, I need to pack this in? Never. Why not? I don't ever give up. Hi, Elon Musk speaking. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഒരു ഇൻട്രോവെർട്ടായ കുട്ടി എങ്ങനെയാണ് 3 രാജ്യങ്ങളിൽ പൗരത്വമുള്ള ലോക പ്രശസ്ത അമേരിക്കൻ എഞ്ചിനീയറിംഗ് സംരംഭകനായത്? നാസയെ പോലും ഞെട്ടിച്ച ബഹിരാകാശ കമ്പനിയുടെ ഉടമയായത്? ലോകത്തെ പിടിച്ചുകുലുക്കാൻ സ്വാധീന ശക്തിയുള്ള ഇൻഫ്ലുവൻസർ ആയത്? ഇതൊക്കെ നടക്കുമോ എന്ന് വിചാരിച്ച് നാമൊക്കെ ആശ്ചര്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തിയെടുത്ത് ലോകത്തെ അമ്പരിപ്പിച്ച അത്ഭുത മനുഷ്യന്റെ കഥ. I didn't have any money. In fact, I had negative money. I had huge student debts. Like, I have a bunch of houses, but I don't spend a lot of time in most of them. I couldn't afford a place to stay and an office, so I rented an office instead because I got a cheaper office than I could get a place to stay, and then I just sort of slept on the futon. And a few years ago, people were laughing at you. Now, not so much. I mean, Okay. SpaceX, I founded approximately 4 years ago with the goal of revolutionizing access to space. What I really want to try to achieve here is to make Mars seem possible. Step 3 would be to provide humans to another planet services to private sector and the government. കുറച്ച് ലളിതമായ തത്വങ്ങളും കഠിനാധ്വാനവും തുടർച്ചയായി ജീവിതത്തിൽ പ്രയോഗിച്ചാൽ അതിശയകരമായ ഫലങ്ങൾ എങ്ങനെ ലഭിക്കും എന്നതിന്റെ ഒരു ഉത്തമ പാഠമാണ് വട്ടനാശയങ്ങളുടെ തമ്പുരാൻ ദ റിയൽ ടോണി സ്റ്റാർ എലോൺ മസ്കിന്റെ കഥ. അതൊരു അതിശയിപ്പിക്കുന്ന കഥയാണ്. Doing something useful for other people that I like doing. 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ ഒരു മോഡലും ഡയറ്റീഷ്യനും കനേഡിയൻ വംശജയുമായ മെയ് മസ്കിന്റെയും ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയറും ദക്ഷിണാഫ്രിക്കൻ വെളുത്തവർഗക്കാരനുമായ എറോൾ മസ്കിന്റെയും 3 മക്കളിൽ മൂത്തവനായി എ ടെറിബിൾ ഹ്യൂമൻ ബീങ് എന്നർത്ഥമുള്ള എലോൺ എന്ന പേരുമായാണ് എലോൺ മസ്കിന്റെ ജനനം. ഒരു പുസ്തകപ്പുഴുവായ വികൃതി പയ്യനായിരുന്നു എലോൺ. സമപ്രായക്കാരായ കുട്ടികൾ സുഹൃത്തുക്കളുമായി സമയം ചിലവഴിച്ച് അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം മാറി കമ്പ്യൂട്ടറുകളും സയൻസ് ഫിക്ഷനുകളും ബുക്കുകളുമായിരുന്നു കുഞ്ഞ് എലോണിന്റെ ലോകം. വളരെ ചെറുപ്പത്തിൽ തന്നെ വായന വളരെ ഇഷ്ടമായിരുന്നു. ഐ വാസ് റേസ്ഡ് ബൈ ബുക്സ് ദെൻ മൈ പാരന്റ്സ്. എന്നെ വളർത്തിയത് ബുക്കുകളാണ്, പിന്നെ മാതാപിതാക്കൾ വരൂ എന്നാണ് എലോൺ മസ്ക് പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. 8 വയസ്സുവരെ മാതാപിതാക്കൾക്കൊപ്പം ദക്ഷിണാഫ്രിക്കയിലാണ് എലോൺ മസ്ക് വളർന്നത്. എങ്കിലും ആ കുട്ടി അധികം അവരെ കണ്ടിരുന്നില്ല. ഒരു വീട്ടുജോലിക്കാരന്റെ സംരക്ഷണയിൽ ആയിരുന്നു ആ ബാലൻ അവിടെ. മാതാപിതാക്കൾ തിരിച്ചെത്തുമ്പോൾ ഒന്നും തകർത്തിട്ടില്ലെന്ന് ഉറപ്പുവരുത്തലായിരുന്നു ആ ജോലിക്കാരന്റെ മുഖ്യ ഉത്തരവാദിത്തം. മാതാപിതാക്കൾ വിവാഹമോചനം നേടിയപ്പോൾ പിതാവിനോട് അനുകമ്പ തോന്നി അദ്ദേഹത്തോടൊപ്പം പോകാൻ ആയിരുന്നു എലോണിന്റെ തീരുമാനം. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അതൊരു നല്ല തീരുമാനമല്ലായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. It was very violent. It was not a happy childhood. My father has serious issues. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്റെ ബാല്യകാലത്തെ ദുരിതപൂർണമായ ബാല്യം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ പിതാവ് തന്റെ മക്കളെ വൈകാരികമായി അധിക്ഷേപിക്കുകയും കഠിനമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. എലോൺ ജീവിതത്തിൽ എവിടെയും എത്തില്ലെന്നും ഒരു ലോക പരാജയമായിരിക്കുമെന്നും പറഞ്ഞ് പിതാവ് കളിയാക്കുന്നതും ഇഡിയറ്റ് എന്ന് വിളിക്കുന്നതും പതിവായിരുന്നു. എലോൺ മസ്കിന്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെയൊക്കെയാണ്. മാതാവിന്റെ അടുക്കിലേക്ക് പോകാൻ എലോൺ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പിതാവിന്റെ ശക്തമായ എതിർപ്പ് മൂലം പോകാൻ സാധിച്ചിരുന്നില്ല. കാനഡയിലേക്ക് പോയാൽ താൻ രക്ഷപ്പെടുമെന്ന് എലോൺ മസ്ക് ഉറച്ചു വിശ്വസിച്ചിരുന്നു. സ്കൂളിലും അയാളുടെ ഭൂതകാലം വിഭിന്നമായിരുന്നില്ല. ഉയരക്കുറവിന്റെ പേരിൽ ധാരാളം കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും അടിയും ലഭിച്ചിരുന്നു. ഒരിക്കൽ അത് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം ഗുരുതരമായിരുന്നു. സ്കൂളിലും വീട്ടിലെത്തിയാൽ അവിടെയും തുടർന്നു വന്ന സംഘർഷങ്ങൾ സൗത്ത് ആഫ്രിക്ക വിടാൻ എലോണിനെ പ്രേരിപ്പിക്കുന്നു. അപ്പോ എങ്ങനെയാണ് ആ തല്ലുകൊള്ളിപ്പയ്യൻ ഇന്നത്തെ എലോൺ മസ്ക് ആയത് എന്നല്ലേ? പറയാം, കഥ ഇനിയാണ് തുടങ്ങുന്നത്. I think when I was, 5 or 6 or something, I thought I was insane. Why did you think you were insane? Because it was clear that other people did not. Their mind wasn't exploding with ideas all the time.
എലോണിന് ആദ്യമായി ഒരു കമ്പ്യൂട്ടർ കിട്ടിയപ്പോൾ പ്രോഗ്രാമിംഗിൽ ഒരു താല്പര്യം ഉണ്ടാകുന്നു. സ്വന്തമായി പ്രോഗ്രാമിംഗ് പഠിക്കാനും ആരംഭിച്ചു. I mean, I should say that, when I was a kid, I didn't really have any grand designs. I mean, the reason I started programming computers is because I like computer games. And I play lots of computer games. 12-ാം വയസ്സിൽ അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച ബ്ലാസ്റ്റർ എന്ന കമ്പ്യൂട്ടർ ഗെയിം $500 വിറ്റുകൊണ്ടാണ് ആ യാത്ര ആരംഭിക്കുന്നത്. I learned that if I wrote software and sold it, then I could get more money and buy better computers. So it wasn't really, with some grand vision or anything. 17-ാം വയസ്സിൽ മിലിറ്ററി സേവനം ഒഴിവാക്കാനായി ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ എലോൺ കാനഡയിലേക്ക് യാത്രയായി. 2 വർഷത്തിനു ശേഷം 1992 അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയ എലോൺ അവിടെ നിന്നും ഇക്കണോമിക്സിലും ഫിസിക്സിലും ഡിഗ്രി കരസ്ഥമാക്കി. 1995 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ചേർന്ന എലോൺ 2 ദിവസത്തിനു ശേഷം അവിടെ നിന്നും പടിയിറങ്ങി. At first I tried to get a job at Netscape because that was the only internet company. And they didn't respond to me. So then I was like, okay, if I can't get a job at the only internet company, then I better try starting something. തന്റെ പാത എല്ലാവരെയും പോലെ ഒരു ജോലിയല്ല, ഒരു സംരംഭകൻ ആകുകയാണ് എന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം അവിടെ നിന്നും പടിയിറങ്ങുന്നത്. എനിക്ക് ലോകത്തെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളിൽ പങ്കാളിയാകണം എന്നതായിരുന്നു ആ യുവാവിന്റെ ലക്ഷ്യം. Well, what are the things that are most likely to affect the future of humanity, just in, at a macro level? And it just seemed like it would be like the internet and sustainable energy, making life multiplanetary, and then genetics and AI. ഫിസിക്സ് അല്ല, ഇന്റർനെറ്റ് ആണ് ഇനി ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ മസ്ക് തന്റെ 24-ാം വയസ്സിൽ പിതാവിൽ നിന്ന് ലഭിച്ച $28,000 മുതൽ മുടക്കിൽ മസ്ക് സഹോദരന്മാർ സിപ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ തീരുമാനിച്ചു. മാപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഓൺലൈൻ ബിസിനസ് ഡയറക്ടറി ആയിരുന്നു അത്. മസ്ക് സഹോദരന്മാർ സിപ്റ്റുവിനായി ഏഞ്ചൽ നിക്ഷേപകരെ കണ്ടെത്തുകയും അതൊരു വിജയകരമായ കമ്പനിയാക്കി മാറ്റുകയും ചെയ്തു. I mean, what tends to happen is it's sort of quite exciting for the first several months of starting a company. And then reality sets in. Things don't go as well as planned. Customers aren't signing up. The technology or the product isn't working as well as you thought. 4 വർഷത്തിനു ശേഷം 1999 സിപ്റ്റു കമ്പ്യൂട്ടർ നിർമ്മാതാക്കളായ കോംപാക്കിന് $307 million വിൽക്കുന്നു. After selling Zip2, I wanted to do something more on the internet, and it seemed to me that there hadn't been all that much innovation in the financial sector. 1999 X.com എന്ന ഓൺലൈൻ പണമിടപാട് കമ്പനി സ്ഥാപിച്ചു. പിന്നീട് പേപാൽ എന്നറിയപ്പെട്ട കമ്പനിയുടെ തുടക്കമായിരുന്നു അത്. ഒരേ കെട്ടിടത്തിൽ ഓഫീസുള്ള പീറ്റർ തിയിലും മറ്റ് 2 പേരും ചേർന്ന് സ്ഥാപിച്ച കോൺഫിനിറ്റി എന്ന കമ്പനിയായിരുന്നു X.comന്റെ പ്രധാന എതിരാളി. 2 കമ്പനികളും 2000 മാർച്ചിൽ ലയിപ്പിക്കുകയും അവരുടെ പ്രധാന ഉൽപ്പന്നമായ പേപാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാൾക്ക് ഓൺലൈൻ വഴി പണം കൈമാറ്റം ചെയ്യുന്ന സർവീസ് പരിചയപ്പെടുത്തുകയും ചെയ്തു. eBay 2002 ഒക്ടോബറിൽ $1.5 ബില്യൺ മൂല്യമുള്ള eBay ഷെയറുകൾക്ക് പേപാൽ വാങ്ങി. 31-ാം വയസ്സിൽ 11.7% ഇക്വിറ്റി ഷെയറുകളുള്ള പേപാലിലെ ഏറ്റവും വലിയ ഓഹരിയുടമയായിരുന്ന എലോൺ മസ്ക് $165 മില്യൺ മൂല്യമുള്ള eBay സ്റ്റോക്ക് സ്വന്തമാക്കി. പേപാൽ വിറ്റ് കിട്ടിയ പണം അദ്ദേഹം 2 കമ്പനികളിലായാണ് പിന്നീട് നിക്ഷേപിച്ചത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ആദ്യ പ്രൈവറ്റ് കമ്പനി ആകുക, 2025 മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ SpaceX സ്ഥാപിച്ചു. സ്പേസ് ആണ് ഫ്യൂച്ചർ എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. Does it really make sense for me to spend time designing and building a house, or should I be allocating that time to getting us to Mars? I should probably do the latter. So, like what's more important, Mars or a house? I like Mars. മസ്ക് പറയുന്നതനുസരിച്ച് ഭൂമിയിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ മനുഷ്യരാശിയുടെ ദീർഘകാല നിലനിൽപ്പിന് അപകടമുണ്ട്. താമസിയാതെ ചില ദുരന്തങ്ങൾ, ഒരുപക്ഷെ ഒരു ചിഹ്നഗ്രഹം, സൂപ്പർ വോൾക്കാനോ അല്ലെങ്കിൽ ആണവയുദ്ധം, നമ്മുടെ കാലാവധി ഇവിടെ അവസാനിക്കും. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായാണ് മസ്ക് 2002 മെയ് മാസത്തിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷൻ അഥവാ SpaceX സ്ഥാപിച്ചത്. റോക്കറ്റ് രൂപകൽപ്പന ചെയ്യുന്നതിന് ആവശ്യമായ എഞ്ചിനീയറിംഗ് കഴിവുകൾ മസ്ക് സ്വയം പഠിച്ചു. റഷ്യയിൽ പോയി പഴയ റോക്കറ്റുകൾ വിലയ്ക്ക് വാങ്ങി പഠനങ്ങൾ നടത്തി. അതിലുപരി ചീഫ് ടെക്നോളജി ഓഫീസറും SpaceXന്റെ CEOയുമാണ്.
2004 പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങളല്ല ഇലക്ട്രിക് കാറുകളാണ് ഭാവിയിൽ താരമാകാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് തകർച്ചയിലായിരുന്ന ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല മോട്ടോഴ്സിൽ വൻ നിക്ഷേപം നടത്തുന്നു. Is to come up with a car that doesn't add carbon emissions to the environment, and I think the way to do that is with electric vehicles. സാമ്പത്തിക മാന്ദ്യ സമയത്ത് വൻ കടക്കിണിയിലായ മസ്കിന് തന്റെ 2 കമ്പനികളിൽ ഏതെങ്കിലും ഒന്ന് വിൽക്കേണ്ട സ്ഥിതി വന്നിരുന്നു. 2008 is not a good time to be a car company, especially a startup car company, and especially an electric car company. That was like stupidity squared. In fact, at the end of 2008, we were only a few days from bankruptcy. It was literally 2 days, or 3 days maybe. എന്നാൽ വിൽക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല. പണം കടമെടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. തന്റെ സ്വപ്നം വിട്ടുകളയാൻ ആ പോരാളി തയ്യാറായിരുന്നില്ല. I gave basically both SpaceX and Tesla from the beginning a probability of less than 10% of likely to succeed. ആ തീരുമാനം തെറ്റിയില്ല. ഇന്ന് ടെസ്ലയും സ്പേസ് എക്സും ബില്യണുകൾ മൂല്യമുള്ള ലാഭകരമായ കമ്പനികളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി എലോണിനെ വളർത്തിയ കമ്പനികൾ. പിന്നീട് അദ്ദേഹം സൗരോർജ പദ്ധതിയായ സോളാർ സിറ്റി, അതിവേഗ ടണൽ പാതയായ ദ ബോറിംഗ് കമ്പനി എന്നിവ സ്ഥാപിച്ചു. 2008 പുറത്തിറങ്ങിയ അയൺമാൻ സിനിമയിലെ ടോണി സ്റ്റാർക്ക് എന്ന കഥാപാത്രത്തിന് പ്രചോദനമായത് എലോൺ മസ്കിന്റെ ജീവിതമാണ്. 41 വയസ്സിൽ ഹൈപ്പർലൂപ്പ് സ്ഥാപിച്ചു. മണിക്കൂറിൽ 670 മൈൽ വേഗം വരെ കൈവരിക്കാൻ കഴിയുന്ന വായുവിലൂടെ കുതിച്ചുപായുന്ന ട്രെയിനാണ് ഹൈപ്പർലൂപ്പ്. In a lot of ways, it's kind of like a Fitbit in your skull with tiny wires. 2017 ന്യൂറാലിങ്ക് എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളുമായും ബന്ധിപ്പിക്കാൻ കഴിയും വിധം ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക, തലച്ചോറിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾക്കെതിരായും തലച്ചോറിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതിനെ ഉപയോഗിക്കുക തുടങ്ങിയവയായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. 2020 ഏപ്രിൽ 17 നാസ ഒരു സുപ്രധാനമായ തീരുമാനം ലോകത്തെ അറിയിച്ചു. Good morning. Welcome aboard. Dragon, SpaceX, ComCheck, ground stations. SpaceX Dragon, we're go for launch. Let's light this candle. 3, 2, 1. Ignition. Liftoff of the Falcon 9 and Crew Dragon. Go NASA, go SpaceX, Godspeed, bottom dog. SpaceXന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ നാസയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ യാത്രയ്ക്ക് പങ്കാളിയാകാൻ പോകുന്നു എന്നതായിരുന്നു അത്. ഒരു പ്രൈവറ്റ് കമ്പനി ആദ്യമായാണ് അത്തരമൊരു ദൗത്യത്തിൽ പങ്കാളിയാകുന്നത്. ലോകം മുഴുവൻ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 12,000-ഓളം സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ച് ലോകം മുഴുവൻ ഇന്റർനെറ്റ് കവറേജ് ഉണ്ടാക്കാനായി സ്റ്റാർലിങ്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ മനുഷ്യരാശിക്ക് അപകടകരമായി തീരാതിരിക്കാനായി OpenAI എന്നീ കമ്പനികളും എലോൺ സ്ഥാപിച്ചു. ടെസ്ല, സ്പേസ് എക്സ്, സോളാർ സിറ്റി, ദ ബോറിംഗ് കമ്പനി, സ്റ്റാർലിങ്ക്, OpenAI എന്നിവയെല്ലാം സ്ഥാപിച്ചു എന്നതിലുപരി എന്താണ് എലോൺ മസ്കിനെ വ്യത്യസ്തരാക്കുന്നത്? എലോൺ അവിശ്വസനീയമാം വിധം കഠിനാധ്വാനിയാണ്. എല്ലാ ആഴ്ചയിലും 80 മുതൽ 100 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നതിലൂടെ തന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി വിജയത്തിലേക്ക് എത്തിക്കുന്നു. മറ്റാളുകൾ ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതേ ജോലി ചെയ്യാൻ ആഴ്ചയിൽ 100 മണിക്കൂർ ചെലവിടുമ്പോൾ 5 ആഴ്ചയിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്ക് 2 ആഴ്ചയിൽ കിട്ടുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ജോലിയെ കുറിച്ചുള്ള വീക്ഷണം. എല്ലാവരും അദ്ദേഹത്തെ പോലെ ചെയ്യണം എന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കണം. പരാജയവും കഷ്ടപ്പാടുകളും ഒന്നിന്റെയും അവസാനമല്ലെന്ന് തിരിച്ചറിയണം. അടുത്ത തവണ നിങ്ങൾക്ക് ജീവിതത്തിൽ തോൽവി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ ചിന്തിച്ചാൽ മതി, ഞാൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം തീർച്ചയായും നമുക്ക് ലഭിക്കും. മറ്റു കോടീശ്വരന്മാരിൽ നിന്ന് എന്താണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്? ജീവിതത്തിൽ വിജയിച്ച നിരവധി ആളുകളെ പോലെ നമ്മളിൽ മിക്കവർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ തന്റേതായ പാതയിലൂടെ അദ്ദേഹം ചെയ്തു കാണിച്ചതിനാലോ? പക്ഷേ ഈ വിജയങ്ങളുടെ എല്ലാം തിരശ്ശീലയ്ക്ക് പിന്നിൽ നമ്മൾ കാണാത്തതായി ഒരുപാട് അവിശ്വസനീയമായ പരാജയങ്ങളുടെ കഥകളുണ്ട്. സമ്പാദ്യം മുഴുവൻ തന്റെ 2 കമ്പനികളിൽ നിക്ഷേപിച്ച എലോൺ മസ്കിന് വാടക കൊടുക്കാൻ കടം വാങ്ങേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യം ലോകത്തെ പിടിച്ചുകുലുക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനികൾ വിൽക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ വരെ എത്തിയിരുന്നു. അവിടെ നിന്നും ആ 2 കമ്പനികൾ
ടെസ്ല മോട്ടോഴ്സും സ്പേസ് എക്സും ഇന്ന് ലോകം കാണുന്നതിൽ വെച്ച് ഏറ്റവും ഇന്നോവേറ്റീവ് കമ്പനികളിൽ രണ്ടെണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊരിക്കലും ഒരാളുടെയും ഭാവി ശരിയായ രീതിയിൽ പ്രവചിക്കാൻ കഴിയില്ല. ടെസ്ല മോട്ടോഴ്സും സ്പേസ് എക്സും ഭാവിയിൽ ഇങ്ങനെ ആയിത്തീരുമെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് പോലെ ഇഫ് സംതിങ് ഈസ് ഇമ്പോർട്ടന്റ് ഇനഫ് യു ഷാൽ ട്രൈ ഈവൻ ഇഫ് ദ പ്രോബബിൾ ഔട്ട്കം ഈസ് ഫെയിലിയർ. അതായത് എന്തെങ്കിലും ഒരു കാര്യം അത് നമുക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ അതിന്റെ ഫലം പരാജയമാണെന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. ദീർഘനേരം അധ്വാനിക്കുകയും പരാജയങ്ങളെ കണ്ട് പിന്മാറാതെ അവയെ തന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി അസാധ്യമായത് സാധ്യമാക്കുന്ന അതിലൂടെ മാനവരാശിക്ക് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്ത എലോൺ മസ്ക് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ? എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന്, കാഴ്ചപ്പാടുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. വിജയത്തിലേക്കുള്ള യാത്രയിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അത് പൂർണ്ണമായും സാധാരണമാണ്. എന്നാൽ പരാജയങ്ങളെ അതിജീവിച്ച ഒരാൾക്ക് തന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ആ പരാജയങ്ങളിൽ ലഭിച്ച ഒരിക്കലും മറക്കാനാവാത്ത, ആർക്കും പറഞ്ഞു തരാൻ കഴിയാത്ത അറിവാണ്. അത് അവനെ അജേയനാക്കുന്നു. Well, I mean, there are many that sort of. I mean, I think it's sort of there's like some entropic basis for this. Like, there are many more ways to fail than to succeed.